ഇന്ന് കപ്പയും മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ. കപ്പേൻ്റെ കൂടെ ഞാൻ 2 ചേമ്പെടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം കാച്ചിലെടുത്തിട്ടുണ്ട്. എല്ലാം നല്ലപോലെ മുറിച്ച് തോലെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി മീഡിയം സൈസിൽ മുറിച്ച്, മീഡിയം സൈസ് എന്നല്ല, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതാക്കി മുറിക്കണമെങ്കിൽ ചെറുതാക്കി മുറിക്കുക, വേകാൻ എളുപ്പത്തിന് ചെറുതാക്കി മുറിക്കുക. ഞാനിത് കുറച്ച് വലുപ്പത്തിൽ തന്നെ മുറിച്ചിട്ടേക്കണത്. കുക്കറിൽ വെച്ച് 2 വിസിൽ വരുത്തിയാൽ മതി, വേഗം വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് 1 സ്പൂൺ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അടുപ്പത്ത് വെച്ച് വേവിക്കാം. ഈ വേഗം വെക്കുന്ന സമയം കൊണ്ട് ആ സമയത്ത് നമുക്ക് നമ്മുടെ മീൻ കറി ഉണ്ടാക്കാം. ഞാൻ പിലോപ്പിയ മീനാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ 3/4 കിലോ മീനുണ്ട്. അപ്പോൾ മീൻ കഴുകി വൃത്തിയാക്കി ചട്ടിയിലിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു തക്കാളി മുറിച്ചിടുന്നുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മുറിച്ചിട്ടിട്ടുണ്ട്, പച്ചമുളക് 2 എണ്ണം ഇട്ടിട്ടുണ്ട്. പിന്നെ പുളി, നമ്മുടെ കുടംപുളിയാണ് ഇട്ടേക്കുന്നത്. വാളംപുളി ഒഴിക്കുന്നവരുമുണ്ട്, സാമ്പാർ പുളി, വാളംപുളി എന്ന് പറയാം, സാമ്പാർ പുളി എന്ന് പറയാം. അത് ഒഴിക്കുന്നവരുണ്ട്, കുടംപുളി ഇടുന്നവരുണ്ട്. ഞാൻ കുടംപുളിയാണ് ഇട്ടേക്കുന്നത്. ഇതിനകത്ത് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, 2.5 സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തോളം ഒഴിച്ച് അത് മീനിൽ നിന്നൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മീൻ കറി അടുപ്പത്തേക്ക് വയ്ക്കുക. വളരെ വേഗത്തിലായി കിട്ടുന്ന മീൻ മുളകിട്ട് വെക്കുന്ന വളരെ ഈസിയാണ്. പ്രത്യേകിച്ച് പഠിക്കേണ്ട ഒരു കാര്യവുമില്ല, വേഗം കറി വെക്കാം. പലരും പലതരത്തിൽ വെക്കും, ഉള്ളിയും പച്ചമുളകും ഒക്കെ വഴറ്റി വെക്കുന്നവരുണ്ട്. ഇത് ഞാൻ വെറുതെ പച്ചയ്ക്ക് മാത്രം ഇങ്ങനെയാണ് ഞങ്ങൾ വെക്കുക. അപ്പോൾ അതിനകത്തോട്ട് നേരത്തെ വെള്ളം ഒഴിക്കുക, അടുപ്പത്ത് വെച്ച് 2 കറിവേപ്പിലയിട്ട് വെള്ളം പാകത്തിന് ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കുക. മീനിൽ വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം, നമ്മൾ മീനിൻ്റെ ഒപ്പം വെള്ളം നിൽക്കണം. അപ്പോൾ മാത്രമേ അത് വറ്റി വരുമ്പോൾ പാകത്തിനായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ കപ്പ വെന്തിട്ടുണ്ട്, അതിൻ്റെ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ വെച്ചപ്പോഴത്തേക്കും തന്നെ മീൻ റെഡിയായി സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വെന്ത കപ്പയിലോട്ട് കറിവേപ്പില ഇട്ട് നോക്കുമ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് ഞാൻ പച്ചമുളകും തേങ്ങയും വെളുത്തുള്ളിയും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ തേങ്ങ അതിനകത്തോട്ടിട്ട് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് ഒന്ന് ആവി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ആവി വന്നതിന് ശേഷം ഒരു തവി എടുത്ത് ഞാനത് നല്ലപോലെ കുഴച്ചെടുത്തു. നല്ലപോലെ കുഴച്ചെടുക്കണം. അത് മിക്സ് ഇതാകുമ്പോഴത്തേക്കും നമ്മൾ 3 കിഴങ്ങുകളാണ് അതിനകത്ത് ഇട്ടേക്കുന്നത്. അത് 3 എണ്ണം കൂടി ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുഴഞ്ഞിരിക്കണം. കുഴഞ്ഞ് നല്ല കട്ടകളെല്ലാം ഉടച്ച് നല്ലപോലെ ഉടച്ചെടുക്കണം. ഉടച്ചതിന് ശേഷം കുറച്ച് കടുക് വറുത്തിടുക, അതിനകത്തിട്ട് വെളുത്തുള്ളി ഇട്ട് മൂപ്പിച്ച് കടുക് വറുത്തിടുക. നല്ലപോലെ കുഴച്ച് നല്ല സ്മെല്ലായിരിക്കും. അപ്പോൾ വേവിച്ചതിൻ്റെ നല്ല സ്മെല്ലുണ്ടാവും. പാത്രത്തിൽ ഞാൻ വിളമ്പി വെച്ചപ്പോൾ തന്നെ എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം. മോനിരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.